എടി പാറുമോളെ പാറുമോളെ, നീ എവിടെയുണ്ട്? ഞാനിവിടെ ടിവി നോക്കിക്കൊണ്ടിരിക്കുന്നു ചേച്ചി. പാറു, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ ചേച്ചി, എന്ത് ഹെൽപ്പാ വേണ്ടത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനിയത്തിമാരൊക്കെ അവർ കുക്ക് ചെയ്യുമ്പോൾ അനിയത്തിമാരാ സഹായിക്കാറ്. നീയും അതുപോലെ ചെയ്യോ? ടി വിയിലൊക്കെ കാണാറില്ലേ, ഒരാൾ ഫുഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾ അവരെ എല്ലാം സഹായിക്കുന്നത്, എടുത്തു കൊടുത്തിട്ടൊക്കെ. അതുപോലെ എനിക്ക് എടുത്തു തരാവോ? ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മോളെടുത്ത് തന്നാൽ മാത്രം മതി. എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാനിവിടെ ടിവി കാണുന്നത് കണ്ടില്ലേ ചേച്ചിക്ക്, എന്നെ കൊണ്ടൊന്നും വയ്യ. പ്ലീസ് പാറുമോളെ, പ്ലീസ് പ്ലീസ്, കുറച്ച് സമയം. നിനക്ക് പിന്നെയും ടി വി കാണാലോ. പ്ലീസ് കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കാവോ? ആ ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കൈ നോക്കാം. പക്ഷെ ചേച്ചി എനിക്ക് ആദ്യം പോയി വെള്ളം കൊണ്ടുപോവാ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാനല്ലേ? കാണാട്ടാ. ഇന്ന് മോളെ വെള്ളം. താങ്ക് യു ചേച്ചി. പ്ലീസ് പാറുമോളെ, ഇനിയെങ്കിലും എൻ്റെ കൂടെ വരുമോ? ചേച്ചി നടക്ക്, ഞാൻ പിന്നാലെ വരാം. പാറു, ഞാൻ ഇന്ന് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ ഓരോ കാര്യവും ചോദിക്കണം. ഇനി അടുത്തതെന്തായിരുന്നത് എന്നൊക്കെ ചോദിക്കണം. ഞാൻ അപ്പഴേ വിചാരിച്ചു ചേച്ചി പതിവില്ലാത്ത കുക്കിങ്ങിലൊക്കെ വരുന്നത് ഇതിനാണല്ലേ. അപ്പോൾ പാറുമോളെ, നീ ഓരോ കാര്യങ്ങളും ചോദിക്കണം. അപ്പം ഞാൻ തുടങ്ങാണേ. ശരി. ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി എന്നിവയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കാം. പാറു, ഇനി നീ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നോട്. എന്താ മേഡം, നിങ്ങൾ എത്ര കാലമായി ഈ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കേ. ശരി, നീ കുക്കിംഗ് ചെയ്യില്ലാന്ന് എനിക്കല്ലേ അറിയൂ. പ്ലീസ് പാറു, ചോദിക്കു പാറു. മേഡം, താങ്കൾ എത്ര കാലമായി ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏകദേശം 1 വർഷത്തോളമായി ഈ കുക്കിംഗ് ഫീൽഡിലോട്ട് വന്നിട്ട്. ഇതിനു മുമ്പ് ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അമ്പോ, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? പാറു പ്ലീസ്, ഇതിനിടയിൽ നീ സംസാരിക്കരുത് പ്ലീസ്. നമ്മൾ സംസാരിച്ചിട്ട് കുറേ സമയം വൈകും. നമുക്ക് ഈ ഉള്ളിയൊക്കെ എന്തായി എന്ന് നോക്കാം. ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഗരം മസാല എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. മേഡം, ഇതിനു മുമ്പും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ ചിക്കൻ കറിയൊക്കെ ഞാനാണ് അധികവും തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കുന്ന ചിക്കൻ കറി വളരെ ടേസ്റ്റാണ്. അതുകൊണ്ട് അമ്മ എന്നോട് തന്നെയാണ് അധികം ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയാറ്. മേഡം, താങ്കൾക്കൊരു അനിയത്തിയില്ലേ, പാർവതി എന്ന് പറഞ്ഞിട്ട്? അവളെ മാഡമിന് വളരെ ഇഷ്ടമാണോ? അവളെ താങ്കളെ കുക്കിങ്ങിലൊക്കെ സഹായിക്കാറുണ്ടോ? ഇല്ല, അധികവും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. നീ എന്നെ പറ്റി പറയില്ലല്ലേ വീഡിയോയില്? എന്നാ ഞാൻ നിന്റെ വീഡിയോ എടുക്കാനും നിൽക്കുന്നില്ല. അല്ലെങ്കിലും നീ വീഡിയോയുടെ ഇടയിൽ എന്തിനാണ് നിന്നെ പറ്റി ചോദിക്കുന്നത്? ഞാനിപ്പോൾ കുക്കിംഗ് ഒക്കെ അല്ലേ ചെയ്ത് കാണിക്കുന്നുള്ളത്. അതിനിടയിൽ നീ നിന്നെ പറ്റി എന്തിനാ ചോദിക്കുന്നത്? ഇതെന്താ ഒരു കത്തിയ സ്മെല്ലടിക്കുന്നത്? ഞാനൊന്നും ഗ്യാസിൽ വെച്ചിട്ടില്ലല്ലോ. എന്താ ഇപ്പൊ കത്തിയ മണം മണക്കുന്നത്? എന്റെ ദൈവമേ, എന്താ ഇത് ഗ്യാസിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇപ്പൊ കിച്ചണിലോട്ട് വന്നത്? ഞാൻ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പോയത്. അതിനിടയിൽ നിങ്ങൾ ഈ കിച്ചണൊക്കെ നാശമാക്കിയല്ലോ മക്കളെ. ഞാനല്ലേ, അത് ചേച്ചിയാ. ചേച്ചി പറഞ്ഞതാ എന്നോട് വീഡിയോ എടുക്കാനും വാ. ഞാനല്ലമ്മേ, ഞാൻ നന്നായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവളാ എന്റെ കോൺസെൻട്രേഷൻ മുഴുവനും തെറ്റിച്ചത്. എന്താണെങ്കിലും ആവട്ടെ, രണ്ടുപേരും അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം അകത്തേട്ട് വരാൻ. ഇല്ലെങ്കിൽ രണ്ടിനും ഞാൻ ഇന്ന് പുറത്തേക്കും കടുത്ത. എത്ര നന്നായി കഴുകി വൃത്തിയാക്കിയ പാത്രമാത്, അതിനെയും നശിപ്പിച്ച്. എങ്ങനെയാലും വേണ്ടില്ല, രണ്ടുപേരും അതിനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അകത്ത് വന്നാ മതി. സോറി അമ്മേ.